സീരിയസ് മാറ്റർ ഗൈസ്, എല്ലാവരും കേൾക്കുക. മാക്സിമം ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ അത്രയും പേര് നമുക്ക് ബന്ധപ്പെട്ട ഒരാളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം കേട്ടപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ മാക്സിമം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവരും സ്വാഗതം. സത്യം പറഞ്ഞാൽ എന്താ പറയുക, കുറച്ചൊരു ഭയപ്പെട്ടിട്ടാണ് ഇന്ന് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ സോഷ്യൽ മീഡിയ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചില കാര്യങ്ങളിൽ. ഇപ്പോൾ തരംഗമായിട്ട് നിൽക്കുന്നത് പാമ്പ്, പൂച്ചൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമ്മൾ കൂടുതലേറെ ശ്രദ്ധിക്കണം. സത്യം പറഞ്ഞാൽ ഇന്നലെ ഒന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല. കുറേ റീൽസ് നമ്മൾ ന്യൂസ് കാണുന്നു, റീൽസ് കാണുന്നു, എല്ലാം ഇതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ കിടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് മൈൻഡിൽ വരുന്ന കാര്യം അടുത്ത് എന്തെങ്കിലും ഉണ്ടോ, ജന്തുക്കളുണ്ടോ എന്നൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ വീട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മുന്നിൽ പാടാണ്. ഇവിടെ നോർമലി വെള്ളമുള്ള സമയത്താണ് കൂടുതൽ ഡേഞ്ചർ. പക്ഷേ വെള്ളമില്ലാത്ത സമയത്താണെങ്കിലും നിലവിൽ ഈ ഒരു ഭാഗമൊന്നും തേക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് പേടിയാണ്. ജന്തുക്കൾ ഇങ്ങനെ കയറാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം തേക്കാത്ത ചുമരുമേ ജന്തുക്കൾക്ക് പിടിച്ച് കയറാമെന്നുള്ളൊരു സംഭവം ഉണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ പേടിയാണ്. ഇവിടെ അപ്പോൾ ഓടിട്ട വീടായതുകൊണ്ട് തന്നെ മുകളിൽ കൂടി വേണമെന്നുണ്ടെങ്കിൽ പല ജന്തുക്കൾക്കും വരാം. അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, ഇല്ല എന്നല്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള പരിസരമൊക്കെ ക്ലീൻ ആക്കി ഇടുക എന്നുള്ള, വേറൊന്നും നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനില്ല. പിന്നെ ജനലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പേടിയാട്ടോ. രാത്രി എത്ര പ്രാവശ്യമാണ് ഞാൻ ഇങ്ങനെ നീച്ച് നോക്കിയിട്ടുള്ളത്. റൂമിൽ ഇങ്ങനെ തപ്പിട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പേടിയാണ്. കാരണം ഇതൊക്കെ നമ്മളൊരു പൈപ്പും കാര്യങ്ങളുണ്ടായി ഉള്ളിൽ കേൾക്കുന്ന സമയത്ത് ക്ലീന് വെള്ളം പോരാനുള്ള ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. കയറേണ്ട വെച്ചിട്ട് ഇവിടെ ഉണ്ട്. ഇത് തേക്കാത്തതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ പേടിയാണ് കേട്ടോ. ഇത് പറയുമ്പോൾ ചെറിയൊരു വിഷയമായിട്ട് തോന്നാം, പക്ഷേ നമ്മളെ നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ള വിഷയമാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഈ കേരളത്തിൽ 3-4 ദിവസമായിട്ട് ഓരോ ദിവസത്തിൽ പാമ്പിനെ കണ്ട് പാമ്പ് കടി ഏറ്റിട്ടുള്ള ഒരു 5 ന്യൂസെങ്കിലും അല്ലെങ്കിൽ 5 പേർക്കെങ്കിലും അപകടം ഉണ്ടായിട്ടുള്ള ന്യൂസുകളാണ് 2 ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും അപകടം കൂടും. കാരണം ഒന്നാമത്തെ വെക്കേഷനാണ്, എല്ലാ കുട്ടികളും വീട്ടിലുണ്ടാവും. പിന്നെ ചൂടെന്ന് വെച്ചാൽ ഇതുവരെ കാണാത്തൊരു രീതിയിലുള്ള ചൂടും കാര്യങ്ങളാണ്. പാമ്പിനെ ഇഷ്ടം പോലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓട് പേരിൽ മാത്രമല്ല, അല്ലെങ്കിൽ തേക്കാതെ പേര് മാത്രമല്ല, വേറെ വീട്ടിലും വരുന്നുണ്ട്. അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡാണിത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ഓടാണ് മൊത്തത്തിൽ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വീട്ടിൻ്റെ മുകൾക്ക് അല്ലെങ്കിൽ വീടിനോട് ടച്ച് ചെയ്തിട്ട് മരങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അത് കൊമ്പും കാര്യങ്ങളും ഒഴിവാക്കാൻ നോക്കുക. അപ്പോൾ ഇതിന് ഭാഗ്യത്തിന് ടച്ചും കാര്യങ്ങളിലുള്ള കൊമ്പൊക്കെ നമ്മൾ ഉണ്ടായിരുന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ടച്ചില്ലാന്ന് ഉറപ്പാക്കുക. കാരണം മരത്തുമ്പോൾ കൂടി ജന്തുക്കൾ വരാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം എന്ന് വെച്ചാൽ നമ്മളെ അടുക്കള ഭാഗത്തുള്ള വെള്ളം പോകുന്ന ഏരിയകൾ, ബാത്റൂമിൽ നിന്ന് വെള്ളം പോകുന്ന ഏരിയകൾ, അങ്ങനത്തെ ഏരിയകളിൽ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാക്സിമം അതൊക്കെ കവർ ചെയ്ത് വെക്കുക. വല ഒക്കെ വെച്ചിട്ട് കവർ ചെയ്യാൻ പറ്റും, അങ്ങനെ കവർ ചെയ്യുക. പിന്നെ ബാത്റൂമും പുറത്തുള്ളവർ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം കയറുന്നതിന് മുമ്പ് ഇതൊന്നും ഇല്ലയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ബാത്റൂം യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ഭാഗം ഇപ്പോൾ ഈ പാടേരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ മുന്നിൽ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പൊന്തും കാര്യങ്ങളൊക്കെ നോർമലി നമ്മൾ വെള്ളം നനയ്ക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ പുല്ലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആവുന്ന സമയത്ത് നമുക്ക് പാടായതുകൊണ്ട് ഈ പുല്ലും കാര്യങ്ങളുള്ളതുകൊണ്ട് തവളകളൊക്കെ, കുഞ്ഞ് തവളകളൊക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ പുഴുക്കൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ അത് രാത്രി നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ കയറുന്നില്ല നമ്മൾ ഉറപ്പാക്കുക. അതാണ് ഏറ്റവും ചെയ്യേണ്ട കാര്യം. അപ്പോൾ രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ തവളകൾ നമ്മൾ ഈ കൊലയിൻ്റെ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഇടയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ സാധനം വരുമ്പോൾ അതിൻ്റെ ഒപ്പം മറ്റ് ജന്തുക്കൾ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മളെ ഭാഗത്തുനിന്ന് മാക്സിമം നമ്മൾ അലേർട്ടായിരിക്കുക. ഇത്തരം കാര്യങ്ങളിപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ ഞങ്ങൾ നേരിടാൻ ഉള്ളൊരു ചാൻസുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നേരിട്ട് എന്നുള്ളതല്ല, നേരിട്ടുള്ള ചാൻസുകളാണ്. അപ്പോൾ വാർപ്പുള്ള വീട്ടിലും ഇതേ അവസ്ഥകൾ, ഇതിലേറെ അവസ്ഥകളുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ്, വാർപ്പ് വീട്ടിൽ നമ്മൾ മുറ്റങ്ങളുണ്ടാവില്ലേ, മുറ്റങ്ങൾ ഇതുപോലെയൊക്കെ നമ്മൾ കല്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ചെറിയ ചെറിയ ഓട്ടകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കുക. കാരണം ഇത് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോകില്ല, പക്ഷേ നമ്മൾ ഇരിക്കുന്ന സമയത്ത്, പുറത്തിറങ്ങുന്ന സമയത്ത് ഇതിനുള്ളിൽ ആൾ പുറത്തേക്ക് ഇറങ്ങി കൊത്താൻ അങ്ങനത്തെ ചാൻസുകളൊക്കെ ഉണ്ട്. ഇവിടെയുള്ളതൊക്കെ നമ്മൾ തൂർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തറകൾ, സൈഡിലുള്ള ഹോളുകളൊക്കെ മാക്സിമം ഒഴിവാക്കുക. മെയിനായിട്ട് വാർപ്പുള്ള വീടുകൾ നോക്കേണ്ടത് മരങ്ങളുണ്ടെങ്കിൽ, വീടിനോട് ചാരിയിട്ടുണ്ടെങ്കിൽ അത് വെട്ടിക്കളയുക, കൊമ്പും കാര്യങ്ങളും ക്ലീൻ ആക്കി വെക്കുക. അതേപോലെ ബാത്റൂമിൻ്റെ സൈഡൊക്കെ നമ്മൾ ക്ലീൻ ആക്കി വെക്കുക കേട്ടോ. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. പിന്നെ റൂം എപ്പോഴും നമ്മൾ എന്താ പറയുക, ഉപയോഗിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എടുക്കുന്നതിന് മുമ്പ് റൂം മൊത്തത്തിൽ ചെക്ക് ചെയ്യുക. കട്ടിൻ്റെ അടി നോക്കുക, എവിടെയൊക്കെ വീടിൻ്റെ ഏതൊക്കെ പോർഷൻ ഉണ്ട്, റൂമിൻ്റെ ഏതൊക്കെ പോർഷൻ ഉണ്ട്, എല്ലാ ഭാഗം അടിമുടി ചെക്ക് ചെയ്തിട്ട് പുതപ്പും കിടക്കയും തലയണ വരെ ചെക്ക് ചെയ്തിട്ട് മാത്രം കിടക്കുക. തലയണയുടെ ഉള്ളിൽ നിന്നൊക്കെ കിട്ടിയ കേസാണ് ഇപ്പോൾ 2 ദിവസം ന്യൂസിലുള്ളത്. മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. എല്ലായിടത്തും ഉണ്ട്. നമ്മളധികം ഗൗരവത്തിൽ എടുക്കാത്ത വിഷയമാണ്, പക്ഷേ ഗൗരവത്തിൽ എടുത്താൽ പറ്റും. ഭയങ്കര ഡേഞ്ചറാണ്. പിന്നെ എല്ലാം ഭാഗ്യം പോലെയാണ്. പിന്നെ നമ്മൾ മാക്സിമം പെറ്റ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പൂച്ചയല്ലോ ട്രെൻഡിങ് അല്ലേ. പൂച്ച എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു രസമുള്ളൊരു ഇതാണ്. എന്താ പറയുക, നമ്മളോടൊക്കെ ഇണങ്ങിയിട്ടുള്ളൊരു ജീവിയാണ് പൂച്ച എന്ന് പറഞ്ഞത്. ഒരു പേടിയില്ലാത്ത ജന്തു,
എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു സാധനത്തിനെ മാക്സിമം നമ്മളെ വീട്ടിലിപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും. ഇപ്പോൾ നമ്മൾ മീൻ മുറിക്കുമ്പോൾ മീൻ തല തിന്നാൻ വരുന്ന പൂച്ചകളില്ലേ, മാക്സിമം അതിനെ നമ്മൾ കെയർ ചെയ്ത് വെക്കുക. അറ്റിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക സാധനങ്ങളും പുറത്ത് വന്നാലും നമുക്കൊന്നും സംഭവിക്കില്ല, അറ്റിങ്ങൾ തീർത്തോളും. പിന്നെ അതുപോലെ നമ്മളെ വീട്ടിൽ കോഴികളുണ്ടാവും, നല്ല ഉഷാറുള്ള കോഴികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവന്മാർ തീർന്ന്, പാമ്പും ചേരൊക്കെ വന്നവർ തീർന്ന്. അപ്പം അങ്ങനത്തൊക്കെ ഒന്ന് എന്താ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ വളർത്തി വെക്കുക. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. വെക്കേഷനൊക്കെ സമയമാണ്, അപ്പോൾ മാക്സിമം കുട്ടികളെല്ലാവരും ശ്രദ്ധിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ വീടിൻ്റെ പരിസരം കാര്യങ്ങളൊക്കെ നീറ്റാക്കി ക്ലീനാക്കി വെക്കുക. ഇതൊരു വീഡിയോ ആക്കി ചെയ്യാനുള്ള കാരണം തന്നെ ഇതാണ്, മാക്സിമം എല്ലാവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, കെയർഫുള്ളായിട്ടിരിക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതെല്ലാവർക്കും ബൈ ബൈ.